ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 22-ാം സങ്കീർത്തനത്തിലെ ധ്യാനം വീണ്ടും നമുക്ക് തുടരാം. 10-ാമത്തെ വാക്യം. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ അങ്ങയിൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ അങ്ങ് എൻ്റെ ദൈവം. ഇത് ദാവീദ് എന്ന ദൈവഭക്തൻ്റെ ഒരു സങ്കീർത്തനമാണ്. തൻ്റെ അനുഭവം അതിനകത്ത് ഉണ്ട്. എന്നാൽ ദാവീദ് ഒരു പ്രവചന ശുശ്രൂഷയും കൂടെ ചെയ്യുന്ന ദൈവദാസനായതിനാൽ, താൻ ഒരു പ്രവാചകനും കൂടെ ആയതിനാൽ, വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സൂചനകൾ തൻ്റെ സങ്കീർത്തനങ്ങളിൽ ധാരാളം കാണാവുന്നതാണ്. അതിലേറ്റവും കൂടുതൽ കാണുന്നത് 22-ാം സങ്കീർത്തനത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ. ഇന്നത്തെ നമ്മുടെ ശ്രദ്ധ ദാവീദ് പുത്രനായ ക്രിസ്തുവിലും ഇതിൻ്റെ നിറവേറൽ നമുക്ക് കാണാം. ഒന്നാമത് ദാവീദിൽ ഉള്ള നിറവേറൽ. അദ്ദേഹം പറയുകയാണ്, ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. ഞാൻ ജനിക്കുന്നതിന് മുൻപ് എന്നെ അങ്ങയുടെ കയ്യിൽ സമർപ്പിച്ചതാണ്. അങ്ങനെ കണ്ടതാണ്, തിരഞ്ഞെടുത്തതാണ്. ഞാനത് തിരിച്ചറിയുന്നു. ഞാൻ അങ്ങയ്ക്ക് മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തനിക്കുണ്ടായ മരണകരമായ അപകടങ്ങളും സഹോദരന്മാരാലുള്ള പീഡനവും അവഗണനയും അവരുടെ വീട്ടിൽ നടന്ന തൈലാഭിഷേക ചടങ്ങിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതും എല്ലാം ഓർത്തിട്ട് താൻ പറയുകയാണ്, ഇതിനെല്ലാം മുന്നമേ ദൈവത്തിന് എൻ്റെ മേൽ കാരുണ്യം ഉണ്ടായിരുന്നു. എനിക്കിത് വിശദീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എൻ്റെ അനുഭവവും അതിനോട് ചേർന്ന് വരുന്നു. ഓരോരോ സംഭവങ്ങളും അനുഭവങ്ങളും വെച്ച് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ അറിയാതിരുന്നപ്പോൾ എന്നെ അറിഞ്ഞ ഒരു കർത്താവിനെ ഞാൻ കാണുന്നു. ഇതേ കാര്യം യേശുവിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ, ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ കർത്താവിൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ അങ്ങൻ്റെ ദൈവം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈ പ്രസ്താവനയുടെ തനി രൂപം നമുക്ക് കാണാം. 1:18. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവ്വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ട് അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായ്ക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് ജോസഫെ, നീ അവന്
യേശു എന്ന് പേരിടേണം. എൻ്റെ അമ്മയേക്കാൾ ദൈവമേ നിനക്കെന്നോട് ബന്ധമുണ്ട്. എൻ്റെ അമ്മയേക്കാൾ നീ എന്നെ അറിയുന്നു. ഇത് വെച്ചിട്ട് നമ്മൾ സുവിശേഷകൻ മത്തായി എഴുതിയ ഭാഗം കണക്ട് ചെയ്താൽ, ഈ കുഞ്ഞ് ജനിച്ചു ഉദരത്തിലൊരു രണു ആയിരിക്കുമ്പോൾ അമ്മയെ അപ്പൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ രാത്രി, ആ തീരുമാനം ജോസഫിൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന രാത്രിയിൽ സ്വർഗം അതറിഞ്ഞു. നിരൂപണങ്ങളെ ദൂരത്തു നിന്നറിയുന്നവൻ ദൂതനെ ജോസഫിൻ്റെ സ്വപ്നത്തിലേക്ക് അയച്ചു. ഡിവൈൻ കണക്ഷൻ, കമ്മ്യൂണിക്കേഷൻ അയച്ചു. അയച്ചിട്ട് ആ മേരിയുടെ ഉദരത്തിലെ കുഞ്ഞ് എൻ്റേതാണ്, നിൻ്റേതുമല്ല, മേരിയുടേതുമല്ല, എൻ്റേതാണ്. അത് അവിഹിത ഗർഭമല്ല, അത് ഡിവൈൻ ഗർഭമാണ്, ദിവ്യ ജനനമാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ദൈവമുണ്ടെന്ന് ഒരു ആലോചന ഇതിലൂടെ പറയുന്നു. ജോസഫ് തൻ്റെ തീരുമാനം ഒറ്റ മിനിറ്റ് കൊണ്ട് മാറ്റി. അങ്ങനെ ലോകം മുഴുവൻ ജോസഫ് യേശുവിൻ്റെ പിതാവായി. നമ്മുടെ മക്കളൊക്കെ പ്രസിദ്ധരും പ്രഗത്ഭരും ശക്തരുമായി തീരുമ്പോൾ ഓർക്കണം, നമ്മളുടെ കഴിവല്ല, അവൻ്റെ അപ്പനാകാനുള്ള ഭാഗ്യം നിനക്ക് ലഭിച്ചു എന്നോർത്താൽ മതി. God bless you.